ഈ ചെറുപ്പത്തിലെ ആര് ഇപ്പോൾ ഏതെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനൊക്കെ എൻ്റെ അടുത്ത് ആരെങ്കിലും വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് മൈ ഫാദർ ഈസ് എ ഫാദർ എന്ന് പറയാൻ. അപ്പോൾ എല്ലാവരും ചിരിക്കും. അത് പല സ്ഥലത്തും ഈ കോമഡി ഞാൻ ഇറക്കിയിട്ടുണ്ട്. മൈ ഫാദർ ഈസ് എ ഫാദർ. അപ്പോൾ അച്ഛൻ ഈ പറയുന്ന പോലെ അച്ഛനായതുകൊണ്ട് ക്രിസ്മസിന് പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഇതുപോലെ കരോള് ഇതൊക്കെ തന്നെയാണ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇത്തവണ അവരിങ്ങോട്ട് വരട്ടെ. അവരിങ്ങോട്ട് വരും. കൊച്ചിയിൽ കാക്കനാട്. കാക്കനാട്. ബേസിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു നടനെന്ന നിലയിലുള്ള പെർഫോമൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ജാനമൻ കഴിഞ്ഞ് പിന്നെ ജയ 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 ഹേ അതുപോലെ തന്നെ പാൽത്തു ജാൻവർ ഇപ്പോൾ ഫാലിമി ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിജയിക്കുന്ന ഒരു നടനായി അല്ലെങ്കിൽ ഒരു നായകനായി മാറി. അപ്പോൾ ഒരു നായക സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ചു എന്ന് പറയാമോ? എനിക്കത് അങ്ങനെ ഉറപ്പിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇതിൽ സർവൈവ് ചെയ്ത് പോകുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ ഹിറ്റാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നമുക്ക് ഇത്രയും സിനിമകൾ ഒരു വർഷം ഇറങ്ങുന്നിടത്ത് 8, 9, 10 സിനിമകളാണ് ഒരു വർഷം ഹിറ്റാവുന്നത്. പ്രൊഡ്യൂസർക്ക് മുടക്കുമുതൽ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അപ്പോൾ എനിക്ക് മുമ്പ് ക്യാരക്ടർ റോളുകളൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും പ്രഷർ ഉണ്ടായിരുന്നില്ല. കാരണം അത് നായകൻ്റെയോ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെയോ പ്രൊഡ്യൂസറിൻ്റെയോ ചുമലുകളിലാണ് അതിൻ്റെ പ്രഷറെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു പരിധി കൂടുതൽ ആ സിനിമയുടെ ജയപരാജയങ്ങൾ എന്നെ ബാധിച്ചിട്ടുണ്ടായില്ല. പക്ഷേ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം, തീർച്ചയായിട്ടും നല്ല സിനിമേൻ്റെ ഭാഗമാകുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷം. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ആ പ്രഷർ എന്നെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഭയങ്കര വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിൽ തന്നെ ആയതുകൊണ്ട് കൂടുതൽ അതിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ഒരാളാണ്. അതിപ്പോൾ ഡയറക്ടർ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇത്രയും കാലം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നത്. അത് ആദ്യത്തെ സിനിമയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള 2ാം സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. 3ാം സിനിമ എനിക്ക് എപ്പോഴും ആ കോംപ്ലക്സ് ഉണ്ട്. എനിക്ക് ഒന്നും അറിയില്ലാത്ത ഒരാളാണെന്നുള്ളൊരു കോംപ്ലക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ആദ്യം മുതലേ ഉണ്ട്. അതായത് എനിക്ക് സിനിമയിൽ വരുമ്പോൾ ആക്ച്വലി ഒന്നും അറിയില്ലായിരുന്നു.